മലയാളികൾ ഇന്ന് രാവിലെ പുലർച്ചെ ഏറ്റവും കൂടുതൽ ദുഃഖത്തോടെ കണ്ട വാർത്തയായിരുന്നു നടൻ വിഷ്ണു പ്രസാദിന്റെ മരണവാർത്ത. അദ്ദേഹത്തിന് കരൾ രോഗമായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പൈസയുടെയൊക്കെ തന്നെയും ചെറിയ ഒരു താമസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ മാറ്റിവെച്ചിരുന്നത്. അദ്ദേഹത്തിന് കരൾ നൽകാനായി നിരവധി പേരെ സമീപിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊന്നും കരൾ ലഭിച്ചില്ല. അവസാനം തൻ്റെ കരൾ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകളാണ് മുന്നോട്ട് വന്നത്. മകളുടെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ അച്ഛനുമായി ചേരുന്ന ബ്ലഡ് കൂടിയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ മകളുടെ അവയവം എടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ വിഷ്ണു പ്രസാദ് യാത്രയായി. മകളെ വേദനിപ്പിക്കണ്ട എന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ യാത്രയായി എന്ന് പറയുന്നു. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടതിന് വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒരുപാട് തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് വാർത്തയിൽ പറയുന്നുമുണ്ട്. ആരാധകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ വൈറലാകുന്നത് എന്ന് തന്നെ പറയണം. ആരാധകർക്ക് വിഷ്ണുവിനോടുള്ള ഇഷ്ടം ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. നിരവധി പേരാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. എന്നാൽ മുഴുവൻ കാശും കിട്ടാനുള്ള ഒരു ചെറിയ താമസം അദ്ദേഹം അതിനെ കാത്തിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇന്നലെ കാശുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ നടന്നേനെ. എന്നാൽ മകളുടെ കരൾ എടുത്തേനെ. മകളുടെ ജീവനൊന്നും സംഭവിക്കരുത് എന്ന അച്ഛനൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാകാം. ആരും തന്നെ അച്ഛന് കരൾ നൽകുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മകളുടെ കരളെടുക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചത്. അതിന് മുന്നിട്ടിറങ്ങിയത് മകൾ തന്നെയായിരുന്നു. എൻ്റെ അച്ഛന് കരൾ കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അച്ഛൻ എൻ്റെ തന്നെയല്ലേ, എൻ്റെ സ്വന്തമല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് കരൾ കൊടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയായിരുന്നു മകൾ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞത്. ഇങ്ങനൊരു മകളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നായിരുന്നു ഡോക്ടർമാരെല്ലാം വിഷ്ണുവിനോട് ചെന്ന് പറഞ്ഞത്. മകളുടെ ആ വാക്കു കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ അദ്ദേഹത്തിന് മാത്രം ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. മകളുടെ ശസ്ത്രക്രിയയൊന്നും വേണ്ട എന്നും മകളുടെ കരൾ എനിക്ക് വേണ്ട എന്നും വിഷ്ണു പറയുന്നുണ്ടായിരുന്നു. മകളെ വേദനിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് വിഷ്ണു അത് പറഞ്ഞത്. കരൾ സംബന്ധമായ രോഗം അദ്ദേഹത്തിന് ഇതിനു മുൻപും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മൂർധന്യ അവസ്ഥയിലായിരുന്നു. നന്നായി ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിനെ പോലും പലപ്പോഴും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണമെന്നും ആരോഗ്യം സൂക്ഷിച്ച് ഇതിനൊക്കെ മുന്നോട്ട് പോകാവുള്ളൂ എന്നും എല്ലാവരും പറയാറുണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം നോക്കിയിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ സഹപ്രവർത്തകരെല്ലാവരും പറയുന്നത്. കുറ്റം പറയുന്നതല്ല, എന്നാൽ ആ മകൾക്ക് ഒരു സന്തോഷമായേനെ, ആ കുടുംബത്തിന് എല്ലാവർക്കും സന്തോഷമായേനെ. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ മകൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാം എന്ന് സമ്മതിച്ചതും. അതെല്ലാം വിഷ്ണുവിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണല്ലോ. എന്നാൽ ആ ഇഷ്ടമൊന്നും കാണാതെ പാതി വഴിക്ക് പോകേണ്ടി വന്നില്ലേ? ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞതെന്ന് ഇപ്പോൾ സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതുമ്പോഴൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.